കുടിവെള്ളം മലിനമാകുന്നുവെന്ന് ആരോപിച്ച് കണ്ണൂർ കരിയോട് തണൽ അഭയ ഡയാലിസിസ് കേന്ദ്രത്തിനെതിരെ പ്രത്യക്ഷ സമരം ആരംഭിച്ച് പ്രദേശവാസികൾ. ഡയാലിസിസ് കേന്ദ്രത്തിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യം പ്രദേശത്തെ കിണറുകളെ മലിനമാക്കിയെന്നാരോപിച്ചാണ് പ്രതിഷേധം. അതേസമയം പരാതികൾ വർദ്ധിക്കുകയാണെങ്കിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരുമെന്നാണ് ഡയാലിസിസ് കേന്ദ്രത്തിന്റെ ഭാരവാഹികൾ പറയുന്നത്. 2020 കരിയാട് തണൽ അഭയ എന്ന പേരിൽ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നത്. പ്രവർത്തനം ആരംഭിച്ച് മാസങ്ങൾ കഴിഞ്ഞതോടെ ഡയാലിസിസ് സെന്ററിൽ നിന്ന് പുറത്തേക്കൊഴുക്കുന്ന മലിനജലം പ്രദേശത്തെ കിണറുകളിലേക്കെത്തി. ഇതോടെ കിണറുകളിൽ വെള്ളമുണ്ടെങ്കിലും കുടിക്കാൻ സാധിക്കാത്ത അവസ്ഥയായി. ദൂരസ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ചുമന്നുകൊണ്ടുവന്നും മിനറൽ വാട്ടർ വാങ്ങിയുമാണ് നാട്ടുകാർ ഉപയോഗിക്കുന്നത്. തറവാട് വീടുന്ന ഏട്ടൻ ഓട്ടോറിക്ഷയിലാണ് 2-3 ക്യാനിലാക്കിയിട്ട് വെള്ളം വീട്ടിലേക്ക് കൊണ്ടുവെക്കുക. അപ്പം അത്രയും വലിയൊരു കണ്ടീഷനിലാണ് നമ്മളുള്ളത്. ഇതുവരെ നമ്മൾ ഈ ഭാരവാഹികളോട് നമ്മളെല്ലാ കാര്യങ്ങളും പറയും. കാരണം നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഭാരവാഹികളായിട്ടുള്ളത്. അവരോട് നമ്മൾ ഇതെല്ലാം ബോധ്യപ്പെടുത്തിയെങ്കിൽ അവർ വേണ്ട വിധ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ വിശ്വസിച്ച്. പക്ഷേ ഒരുക്കിയ സംവിധാനങ്ങൾ മതിയായ രീതിയിലല്ല പ്രവർത്തിക്കുന്നതിൻ്റെ തെളിവാണ് ഞങ്ങളെ കിണറിലെ വെള്ളം ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത്. കിണറിൻ്റെ അവസ്ഥ പോർട്ടബിളല്ല, കുടിക്കാൻ പറ്റുന്നല്ല. ഈവൻ ചില വീടൊന്നും ചെടിക്ക് വരെ നനക്കരുതെന്നാണ് നമുക്ക് ലാബ് റിപ്പോർട്ട്. അങ്ങേയറ്റത്തെ അമോണിയം നൈട്രേറ്റ് ക്ലോറൈഡ് സൾഫൈഡ് BOD 2.8 COD അങ്ങേയറ്റത്തെ TDS അങ്ങേയറ്റത്തെ ഒരു രീതിയിലും ഇതില്ല. ഒരു പ്രദേശത്തിന് ആകെ നശിച്ചു കൊണ്ടുവന്നാണ് ഇത്. ഇറ്റ്സ് ഹൈ ടൈം ജനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചാൽ നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചിട്ട് മുന്നോട്ട് പോയാൽ ഭാവി രക്ഷപ്പെടും. കിണറുകളിലെ വെള്ളം കുടിക്കാൻ സാധിക്കാതെ വന്നതോടെ ആളുകൾ പ്രദേശത്ത് നിന്ന് താമസം തന്നെ മാറ്റുന്ന സാഹചര്യവും ഉണ്ടായി. 1.5 കൊല്ലമായി വീട് കൂട്ടിയിട്ട് വീടേ പോയി നമ്മൾ ലോണെല്ലാം എടുത്ത് കഷ്ടപ്പെട്ടൊരു വീടുണ്ടാക്കിയിട്ട് അതിൽ താമസിക്കാൻ പറ്റും. പിന്നെ 3.5 വർഷമായിട്ട് എൻ്റെ മോൻ വന്നിട്ട് അവനിവിടെ ഒരു ദിവസം താമസിച്ചിട്ടില്ല. വെള്ളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നിനും പറ്റുന്നില്ല. വെള്ളം കുളിക്കാൻ ചൂടാക്കുമ്പോൾ അന്നേരം ഇങ്ങനെ പത പോലെ വരുന്നു. പിന്നെ എങ്ങനെ കുളിക്കുക, സ്കിന്നിനെല്ലാം എന്തെങ്കിലും അസുഖം വരുന്നതാണ് കുട്ടികൾ സമ്മതിക്കുന്നില്ല. ഭയങ്കര പ്രശ്നത്തിലാണ് ഈ 2 മക്കളെയെല്ലാം കൊണ്ട് നമ്മൾ എവിടെ പോകും വെള്ളത്തിന് എന്നുള്ളതാണ്. ഈ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മളോ ഇത്രത്തോളമായി ഇനി എന്ന് വിചാരിക്കുക. ഈ കുട്ടികൾ എന്ത് ചെയ്യും? അതൊരു വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുള്ളത്. എൻവിറോൺമെന്റൽ എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ സെപ്റ്റിക് ടാങ്കിൽ സോക്ക് പിറ്റില്ല, മലിനജലം കിണറുകളിലേക്ക് ഒഴുക്കിവിട്ടു തുടങ്ങി ഗുരുതര പിഴവുകൾ കണ്ടെത്തിയിരുന്നു. അതേസമയം പ്രശ്നപരിഹാരത്തിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും പരാതികൾ വർദ്ധിക്കുകയാണെങ്കിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരുമെന്നുമാണ് ഡയാലിസിസ് സെന്ററിന്റെ ഭാരവാഹികൾ പറയുന്നത്. ജനം, കണ്ണൂർ.